ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളായ ഇൻ്റഗ്രൽ കാൽക്കുലസിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്ന സെക്ഷനാണ്. സോ ലെറ്റ് us take a continuous function f of x y in a rectangular region are defined by a less than or equal to x less than or equal to b and c less than or equal to y less than or equal to d. അതായത് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കിളാണ്. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സി ടു ഡി അല്ലേ കൊടുത്തിട്ടുള്ളത്. അതായത് ഏതിൻ്റെ ലിമിറ്റാണ്? വൈയുടെ ലിമിറ്റാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡി വൈ. ഈ ഇൻ്റഗ്രൽ ആണെങ്കിലോ എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ബി അല്ലേ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ് എഴുതേണ്ടത്. ഓർ എൽസ് വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ. പക്ഷേ ഇവിടെ എന്താവും? ഡി വൈ ഡി എക്സ് ഉള്ളത്. ഈ എ ടു ബി എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡി എക്സ് ദെൻ ഡി വൈ. ഇതാണ് നമ്മുടെ ഫ്യൂബിനിസ് തിയറം പറയുന്നത്. ഇനി ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദി സോളിഡ് ത്രീ ഡയമെൻഷണൽ സോളിഡ് ആയിരിക്കും ഇൻ ദ റീജിയൻ എക്സ് വൈ പ്ലെയിൻ bounded below by R and above by Z. Volume of three-dimensional solid bounded by XY plane. In XY plane bounded above f of xy ആയിരിക്കും and below by the region R. അതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈയുടെ ജിയോമെട്രിക്കൽ മീനിങ്. ഇനി ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കാം. സോ ലെറ്റ് us do a problem. So integrate. Suppose you have to integrate, you have to calculate double integral over r f of xy dA, where f of xy is equal to 100 minus 6x square y and r is the region given by 0 less than or equal to x less than or equal to 2 and minus 1 less than or equal to y less than or equal to 1. സോ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ ഓവർ 2 എക്സ് വേരീസ് ഫ്രം 0 to 2 ആണ്, വൈ ഫ്രം -1 to 1. ഫംഗ്ഷൻ എന്താണ്? 100 minus 6x square y. ഇനി ഈ ഇൻ്റഗ്രൽ -1 to 1 എന്ന് പറയുന്നത് വൈയുടെ ലിമിറ്റാണ്. സോ ഡി വൈ ഫസ്റ്റ് ദെൻ ഡി എക്സ്. So this is equal to integral 0 to 2 with respect to y integrate ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ട്രീറ്റ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ 100ൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് 100y മൈനസ് 6x സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y²/2 ഫ്രം വെയർ ടു വെയർ -1 to 1 dx. So this is equal to integral 0 to 2. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടി. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ വരുന്നത് 100 × 100 മൈനസ് 3x സ്ക്വയർ. വൈക്ക് 1 കൊടുക്കുമ്പോൾ ഇത് 1² ആവും. സോ 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ 100 × -1 എന്ന് പറയുമ്പോൾ -100 മൈനസ് 3x സ്ക്വയർ ഇൻറ്റു -1 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 1 ഇൻറ്റു dx വരും. സോ ഇൻ്റഗ്രൽ 0 to 2 100 ഇവിടെ മൈനസും പ്ലസ് ആയി. സോ 100 മൈനസ് 3x സ്ക്വയർ മൈനസും പ്ലസ് 100 ഇത് മൈനസ് സോ പ്ലസ് 3x സ്ക്വയർ വന്നു dx. സോ മൈനസ് 3x സ്ക്വയറും പ്ലസ് 3x സ്ക്വയറും ക്യാൻസലായി. ബാക്കി വരുന്നത് എത്രയാണ്? ഇൻ്റഗ്രൽ 0 to 2 200 dx. 200 കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ഫ്രം 0 to 2. അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ 2 മൈനസ് 0. സോ വി ഗെറ്റ് ദിസ് ആസ് 400. ഇവിടെ എന്താ ആദ്യം ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എക്സ് കൊടുത്തു, എക്സിൻ്റെ ലിമിറ്റാണ്. സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വൈയുടെ ലിമിറ്റാണ് കൊടുത്തത്. നേരെ തിരിച്ചു കൊടുത്താൽ എന്താവും നോക്കാം. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം ഞാൻ വൈയുടെ ലിമിറ്റ് കൊടുത്തു, അതായത് -1 to 1. ദെൻ എക്സിൻ്റെ ലിമിറ്റ് 0 to 2. ഫംഗ്ഷൻ എന്തായിരുന്നു?
100 മൈനസ് 6x² ആണ്. ഇത് എക്സിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് dx then dy. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -1 to 1. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അപ്പോൾ y കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ 100ൻ്റെ ഇൻറ്റഗ്രൽ 100x മൈനസ് 6y കോൺസ്റ്റൻ്റ് ആണ്, x² ഇൻറ്റഗ്രൽ ആണെങ്കിലോ x³ 3 dy ഫ്രം വേർ ടു വേർ 0 to 2. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. 3 1s are 3 2s are, എക്സിന് 2 കൊടുക്കുക. അപ്പോൾ ഇതെന്താ വരിക? 100 into 2 മൈനസ് 2y into 2³ മൈനസ് ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 100 into 0 മൈനസ് 2y into 0 വരും. സോ ഹോൾ ടേം വിൽ ബി 0. സോ നമുക്ക് കിട്ടുന്നത് ഇൻറ്റഗ്രൽ -1 to 1 200 മൈനസ് 2³ എന്ന് പറയുമ്പോൾ 8 into 2 16y dy. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 200ൻ്റെ ഇൻറ്റഗ്രൽ 200y മൈനസ് 16y² 2 ഫ്രം വേർ ടു വേർ -1 to 1. സോ 200y മൈനസ് 8y² ഫ്രം -1 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, y = 1 കൊടുക്കുക. അപ്പോൾ 200 into 1 മൈനസ് 8 into 1² മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ 200 into -1 minus 8 into -1². So this is 200 minus 8. ഇത് മൈനസ് ഇവിടെയുണ്ട്. സോ മൈനസും പ്ലസ് ആയി. ഇവിടെ മൈനസ് ഇവിടെ മൈനസ്. സോ +8 വരും. +8ഉം -8ഉം ക്യാൻസലായി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 400. നേരത്തെ കിട്ടിയ അതേ ആൻസർ അല്ലേ? സോ ഓർഡർ ഓഫ് ദ ഇൻറ്റഗ്രേഷൻ ഡസ് നോട്ട് affect the value of the integral. സോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് സെയിം ആസ് ഇൻറ്റഗ്രൽ എ ടു ബി ഇൻറ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇതാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഏതിൻ്റെ ലിമിറ്റാണോ കൊടുത്തിട്ടുള്ളത് ആ വേരിയബിൾ ആയിരിക്കണം അത് എഴുതേണ്ടത്. ഇത് സി ടു ഡി എന്ന് പറയുന്നത് വൈയുടേതാണ്. സോ യു ഹാവ് ടു റൈറ്റ് ഡി വൈ ഫസ്റ്റ്. എ ടു ബി എന്ന് പറയുന്നത് എക്സിൻ്റെ ആണ്. സോ ഡി എക്സ് സെക്കൻഡ്. അതല്ലെങ്കിൽ ഇൻറ്റഗ്രൽ സി ടു ഡി ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഇത് എക്സിൻ്റെതായതുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് ഡി എക്സ് ഫസ്റ്റ് ദെൻ ഡി വൈ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇവിടെയും ചേഞ്ച് ആവും. ഇതിന് നമ്മൾ ഇറ്ററേറ്റഡ് ഫോം എന്ന് പറയും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് എല്ലാം കൊടുത്തിട്ട് എഴുതുന്നതിന് ഇറ്ററേറ്റഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇൻറ്റഗ്രൽ എന്ന് പറയും. ഈ ഫോമിനെയാണ് നമ്മൾ ഇറ്ററേറ്റഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫോം എന്ന് പറയാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ ആർ എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുന്നത്, ഡി എനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുന്നതെന്ന് ഇറ്ററേറ്റഡ് ഫോം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇൻറ്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ റീജിയൻ. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ വോളിയം ഓഫ് ദി റീജിയൻ bounded above by z is equal to 10 plus x square plus 3y² and below by the region 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 2 എന്ന് പറയുന്ന റീജിയനാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? 0 to x 0 to 1 0 to 2 കൊടുത്തിട്ട് അല്ലെങ്കിൽ 0 to 2 0 to 1. സോ വോളിയം കണ്ടുപിടിക്കുന്ന ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ. വോളിയം ഓഫ് എ സോളിഡ് എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 2. എഫ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫംഗ്ഷൻ 10 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3y². ഇനി 0 to 2 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? വൈയുടെ ആണ്. സോ ഫസ്റ്റ് റൈറ്റ് ഡി വൈ ദെൻ റൈറ്റ് ഡി എക്സ്. സോ ഇൻറ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ട്രീറ്റ് എക്സ് ആസ് എ കോൺസ്റ്റൻറ്റ്. സോ 10 ഇൻറ്റഗ്രൽ 10y പ്ലസ് എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ഇൻറ്റഗ്രലും y പ്ലസ് 3 ഇൻറ്റു y² ഇൻറ്റഗ്രൽ y³ 3 from 0 to 2 dx. So this is equal to integral 0 to 1 y-ക്കാണ് 2 കൊടുക്കേണ്ടത് 10 into 2 plus x square into 2 plus ഇതും ക്യാൻസലായി 2³ മൈനസ് കൊടുക്കുമ്പോൾ എല്ലാ ടേമും 0 ആവും. So dx. So this is equal to integral 0 to 1
20 പ്ലസ് 2x² പ്ലസ് 2³ 8 ആണ്. സോ ഇൻ്റഗ്രൽ കുറച്ചും കൂടി ചെറുതായി 0 to 1 28 പ്ലസ് 2x² dx ആണ്. വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 28 ഇൻ്റഗ്രൽ 28x പ്ലസ് x² ഇൻ്റഗ്രൽ x³ 3 ഫ്രം 0 to 1. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇതും 0 ആയി ഇതും 0 ആയി. സോ 28 പ്ലസ് 2/3 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 28 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 84 പ്ലസ് 2/3. സോ വി ഗെറ്റ് ദിസ് ആസ് 86/3. ഇനി തിരിച്ചാണെങ്കിലോ v ഈസ് ഈക്വൽ ടു ആദ്യം വൈയുടെ ഇൻ്റഗ്രൽ ദെൻ എക്സ്. സോ 10 പ്ലസ് x² പ്ലസ് 3y². ആദ്യം കൊടുക്കേണ്ടത് ആദ്യം dx ദെൻ dy. ഇത് എക്സിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ടാണ് ആദ്യം dx കൊടുത്തത്. സോ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ 0 to 2 10ൻ്റെത് 10x x²ൻ്റെത് x³/3. ഇത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് 3y² കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ്. ലിമിറ്റ് കൊടുക്കുക 0 to 1. 1 കൊടുക്കുമ്പോൾ ഇത് വരുന്നത് 0 to 2 10 പ്ലസ് 1/3 പ്ലസ് 3y² dy വരും. 0 കൊടുക്കുമ്പോൾ എല്ലാ ടേമും 0 ആയിപ്പോയി. ഇനി 10 പ്ലസ് 1/3 എന്നാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 30 പ്ലസ് 1/3 വരും. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് 31/3. സോ ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ 0 to 2 31/3 പ്ലസ് 3y² dy. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 31/3 കോൺസ്റ്റൻ്റ് ആണ്. സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ ഈസ് y പ്ലസ് 3 ഇൻറ്റു y² ഇൻ്റഗ്രൽ y³ ഫ്രം വെയർ ടു വെയർ 0 to 2. 2 കൊടുക്കുമ്പോൾ 31/3 ഇൻറ്റു 2 പ്ലസ് 2³ മൈനസ് 0 കൊടുക്കുമ്പോൾ ഇതും 0 ഇതും 0. സോ ദിസ് ഈസ് 2³ 8. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 62 പ്ലസ് സോ 86/3. ഇതും 86/3 ഇതും 86/3. സോ ഓർഡർ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഡസ് നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഏതാണോ നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് dx dy ആണോ എഴുതേണ്ടത് dy dx ആണോ എഴുതേണ്ടതെന്ന് ശ്രദ്ധിക്കണം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് integral 0 to 2 integral 0 to 4 2xy dy dx. സോ ഇവിടെ dy dx തന്നിട്ടുണ്ട്. സോ 0 to 4 എന്ന് പറയുന്നത് വൈയുടെ ലിമിറ്റാണ്. 0 to 2 എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റും. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 2 ആദ്യം y അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 2x കോൺസ്റ്റൻറ്റ്. വൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y²/2 ഫ്രം 0 to 4 dx. വൈക്കാണ് 0യും 4ഉം കൊടുക്കേണ്ടത്. ആദ്യം 4 കൊടുക്കുമ്പോൾ ഇതെന്താ കിട്ടുക? സോറി എക്സ് ഇൻറ്റു 4ന് y എന്ന് വെച്ചാൽ 4 ആണ്. മൈനസ് എക്സ് ഇൻറ്റു 0 dx വരും. സോ ദിസ് ഈസ് 0 to 2 4² ഈസ് 16x dx. സോ 16 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഫ്രം വെയർ ടു വെയർ 0 to 2. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8. എക്സിന് വാല്യൂ കൊടുക്കാം 2² മൈനസ് 0. സോ 2² എന്ന് പറയുമ്പോൾ 4. 8 ഇൻറ്റു 4 32. സോ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഈസ് 32. വേറൊരു പ്രോബ്ലമാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -1 to 1 x മൈനസ് y dy dx. dy ആണ് ആദ്യം തന്നിട്ടുള്ളത്. സോ -1 to 1 എന്ന് പറയുന്നത് ഏതിൻ്റെ ലിമിറ്റ് ആയിരിക്കും? വൈയുടെ ലിമിറ്റാണ്. 0 to 2 എന്ന് പറയുന്നത് എക്സിൻ്റെയും. വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ 0 to 2 എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ y മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ y²/2 ഫ്രം -1 to 1 dx. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 to 2 അപ്പർ ലിമിറ്റ് 1 ആണ്. എക്സ് ഇൻറ്റു 1 മൈനസ് 1²/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സ് ഇൻറ്റു -1 minus 1 square divided by 2 dx. So this is integral 0 to 2 x into 1 x
മൈനസ് 1/2 ഇവിടെ മൈനസ് ഇവിടെ മൈനസ്. സോ പ്ലസ് എക്സ് ഇവിടെ മൈനസ് 1 × സ്ക്വയർ പ്ലസ് 1 ആണ്. ഇവിടെ മൈനസ് ഇവിടെ മൈനസ്. അപ്പോൾ വരുന്നത് 1/2 dx. ഇതാ 1/2ഉം 1/2ഉം ക്യാൻസലായി. സോ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 to 2 2x dx. 2xൻ്റെ ഇൻറ്റഗ്രൽ 2 × എക്സിൻ്റെ ഇൻറ്റഗ്രൽ x²/2 ആണ്. ഫ്രം 0 to 2 അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ 2² മൈനസ് ലോവർ ലിമിറ്റ് 0². സോ ദ ആൻസർ ഈസ് 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനാണ് integral 0 to 1 integral 1 to 2 xy e raised to x dy dx. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ഡി വൈ ആണ് ആദ്യം തന്നിട്ടുള്ളത്. 1 to 2 ആണ് ലിമിറ്റ്. സോ എക്സ് ഇ റേസ് ടു എക്സ് ആദ്യം എഴുതാം. 0 to 1 എക്സ് ഇ റേസ് ടു എക്സ് കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ ഇൻറ്റഗ്രലാണ് എടുക്കേണ്ടത്. സോ y²/2 ഫ്രം 1 to 2 dx. വൈക്ക് ആദ്യം 2 കൊടുക്കുക, ദെൻ 1. സോ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇ റേസ് ടു എക്സ്. 2 കൊടുക്കുമ്പോൾ 2². ഈ 1/2 കോമൺ അല്ലേ, അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കാം. 2² മൈനസ് 1² വരും dx. സോ ദിസ് ഈസ് 1/2 0 to 1 എക്സ് ഇ റേസ് ടു എക്സ് 4 - 1 dx. 4 - 1 എന്ന് പറയുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ 3/2 വരും. ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇ റേസ് ടു എക്സ് dx. ഇത് ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സിന് എടുക്കാം. സോ 3/2 ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഇതാണ് റൂൾ. ഫ്രം വേർ ടു വേർ 0 to 1. സോ 3/2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് dx ഫ്രം 0 to 1. അഗെയിൻ അപ്ലൈ ചെയ്യുക. സോ 3/2 എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ ഫ്രം 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് 0. സോ ഇത് നമുക്ക് കിട്ടുന്നത് 3/2 എക്സിന് 1 കൊടുക്കുക. സോ 1 × 0 ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് 0 എന്ന് കൊടുക്കേണ്ടത്. സോ 0 × ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു 0 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് 0 ഇൻറ്റു ഏതൊരു ടേം എടുത്താലും 0 മൈനസ് ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1. സോ ഇതും ക്യാൻസലായി, മൈനസും മൈനസും പ്ലസ് ആയി. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ ആസ് 3/2. സോ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ ഈസ് 3/2. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലമാണ് ഇൻറ്റഗ്രൽ 2 to a ഇൻറ്റഗ്രൽ 2 to b 1/xy dx dy ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡി എക്സ് ആണ് ആദ്യം തന്നിട്ടുള്ളത്. സോ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റഗ്രൽ 2 to a 1/xൻ്റെ ഇൻറ്റഗ്രൽ 1/xൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് log x ആണ്. ഇത് ശരിക്കും 2 to b 1/y ഇൻറ്റു 1/x dx dy. ഇതാണ് നമ്മൾ വൈയുടെ ടേം മാറ്റി എഴുതി. സോ ഇൻറ്റഗ്രൽ 2 to a 1/y ഉണ്ട്. 1/xൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് log x ഫ്രം വേർ ടു വേർ 2 to b dy. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 1/b കൊടുക്കാം log b മൈനസ് log 2. എക്സിന് b കൊടുക്കുമ്പോൾ b 2 കൊടുക്കുമ്പോൾ log 2 വരും dy. നമുക്കറിയാം log m/n എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ log b മൈനസ് log 2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ b/2 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു log b മൈനസ് log 2 ഇൻറ്റു 1/yയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് അഗെയിൻ log y ആണ്. ഫ്രം വേർ ടു വേർ
0 to 2. So this is log b minus log 2 into log 2 minus log 0. Log 0 എന്ന് പറയുന്നത് സോറി ഇവിടെ മാറി 2 to a അല്ലേ. സോ 2 to a ആണ്. log 2 മൈനസ് log a മൈനസ് log 2. log a മൈനസ് log 2 നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്. log m മൈനസ് log n എന്ന് വെച്ചാൽ log m by n. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് log b by 2 ഇൻറ്റു log a by 2. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. log m ഇൻറ്റു log n എന്ന് പറയുന്ന ഫോം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലമാണ്. integral pi to 2 pi integral 0 to pi sin x plus cos y dx dy. ആദ്യം എക്സ് ആണ് തന്നിട്ടുള്ളത്. സോ എക്സിൻ്റെ ലിമിറ്റാണ് 0 to pi, വൈയുടെ ലിമിറ്റ് പൈ ടു 2 pi ആണ്. സോ പൈ ടു 2 pi എക്സ് വെച്ചിട്ടാണ് സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. സോ കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to pi dy. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ പൈ ടു 2 pi മൈനസ് കോസ് പൈ പ്ലസ് കോസ് വൈ ഇൻറ്റു പൈ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക മൈനസ് കോസ് 0 പ്ലസ് 0 ഇൻറ്റു കോസ് വൈ dy. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ ടു 2 pi. കോസ് പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈസ് മൈനസ് 1 പ്ലസ് കോസ് വൈ ഇൻറ്റു പൈ. മൈനസും മൈനസും പ്ലസ് ആയി. കോസ് 1 എന്ന് വെച്ചാൽ കോസ് 0 ഈസ് 1 പ്ലസ് 0 വരും ഇൻറ്റു dy. സോ ഇതും ഇതും ക്യാൻസലായി. ബാക്കി വരുന്നത് കോസ് വൈ ആണ്. കോസ് വൈയുടെ ഇൻറ്റഗ്രൽ സോ ദിസ് ഈസ് പൈ ഇൻറ്റു പൈ ടു 2 pi കോസ് വൈ dy വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു കോസ് വൈയുടെ ഇൻറ്റഗ്രൽ സൈൻ വൈ ആണ് ഫ്രം പൈ ടു 2 pi. വാല്യൂ എടുക്കുക. സൈൻ 2 pi മൈനസ് സൈൻ പൈ വരും. സോ ദിസ് ഈസ് പൈ ഇൻറ്റു സൈൻ 2 pi മൈനസ് പൈ സൈൻ പൈ എന്ന് പറയുമ്പോൾ 0 ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇത് 1ഉം ഇതും 1 വരും. മൈനസ് മൈനസ് പ്ലസ് ആയി പോവും. ഒന്ന് 1 പോസിറ്റീവ് ഒന്ന് മൈനസ് ആണ് വരുന്നത്. സോ 0 വരും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് യു ഹാവ് ടു ഡു ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 2 എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് 1 ഡി എക്സ് ഡി വൈ ആണ്. സോ ഫസ്റ്റ് ഇത് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യേണ്ടത്. ദെൻ വിത്ത് റെസ്പെക്ട് വൈ. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 2 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 0 to 1. താങ്ക് യു.